അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ ഒരു ചാപ്റ്ററിൽ പബ്ലിക് റിലേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പബ്ലിക് റിലേഷൻസിൻ്റെ ഒരു ഭാഗമാണ് എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. എറ്റിക്വറ്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ കുറേ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഒരു വേർഡാണ് എറ്റിക്വറ്റ്. എറ്റിക്വറ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ പെരുമാറ്റം എന്ന് പറയാം, ഒരാളുടെ പെരുമാറുന്ന രീതി, അതൊക്കെയാണ് എറ്റിക്വറ്റിൽ വിടുന്നത്. അപ്പം ഒരു എറ്റിക്കറ്റ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തില്ല, ഒരു സോഷ്യൽ റിലേഷൻ്റെ ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പം പബ്ലിക്കിൽ നമ്മൾ ഇടപെടുന്ന ആ ഒരു രീതി. ഇപ്പം നമ്മളിപ്പോൾ സ്കൂളിലാണ്, കോളേജിലാണ്, എവിടെയാണെങ്കിലും ആ ഒരു കോളേജ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഇന്ന റൂൾസ് ഉണ്ടാവും. 9:30 വരാൻ പറഞ്ഞ് 9:30 വരണം, അതുപോലെ തന്നെ യൂണിഫോം ധരിക്കണം, ടീച്ചേഴ്സ് വരുമ്പോൾ എണീറ്റ് നിൽക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം എറ്റിക്വറ്റിൽ വരുന്നതാണ്. അപ്പം ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഷുഡ് ഗവേൺ യുവർ കോണ്ടക്റ്റ്. അപ്പം നമ്മുടെ സ്വഭാവത്തെ ഗവേൺ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ്. അപ്പോൾ ഈ ഒരു റൂൾസ് എല്ലാം ഫോളോ ചെയ്താണ് നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ അനുസരിക്കുന്നതും പെരുമാറുന്നതും മറ്റുള്ളവരോട് പെരുമാറുന്നതും ഒക്കെ. അപ്പോൾ ദാറ്റ് ഷുഡ് ഗവേൺ യുവർ കോണ്ടക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പം കോണ്ടക്റ്റ് നമ്മുടെ സ്വഭാവത്തെ വിലയിരുത്തുന്ന ആ ഒരു കാര്യമാണ് എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയർ, കോഡ്സ് ഓഫ് കോണ്ടക്റ്റ് ഓർ പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ എനി അതോറിറ്റീസ് ഇൻ ദ സോഷ്യൽ ഓർ ഒഫീഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ദിസ് ഇൻക്ലൂഡ്സ്, ഇത് എറ്റിക്വറ്റ് എന്ന് പറയുന്നതെല്ലാം നമ്മുടെ സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി ഓടിക്കുമ്പം നമ്മൾ സാധാരണ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഒരു ബിഹേവിയറുണ്ട്. നമ്മൾ റോങ് സൈഡിൽ കൂടെ കയറി പോകാൻ പാടില്ല. അതൊക്കെ എന്ന് പറയുന്നത് സോഷ്യലി ആക്സെപ്റ്റഡാണ്, എന്ന് വെച്ചാൽ എല്ലാവരും അനുസരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എറ്റിക്വറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഓരോ ദിവസവും ജീവിക്കുന്നത് തന്നെ ഈ ഓരോ റൂൾസിൻ്റെ കീഴിലാണ്. നമ്മൾ അറിയുന്നില്ലെങ്കിൽ കൂടെ നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് റൂൾസിൻ്റെ കീഴിലാണ് നമ്മളിതൊക്കെ അനുസരിച്ച് പോകുന്നത്. അതുപോലെ തന്നെ ഓരോ കോളേജിൽ വരുവാണെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ ഓരോ അതോറിറ്റി ഉണ്ട്. അപ്പോൾ കോഡ്സ് ഓഫ് കോണ്ടക്റ്റ് ഓർ പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ എനി അതോറിറ്റീസ് ഇൻ ദ സോഷ്യൽ ഓർ ഒഫീഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾ കോളേജിൽ പഠിക്കാൻ വരികയാണെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത് ആരാ? കോളേജാണ്, അല്ലെങ്കിൽ കോളേജിൻ്റെ ഹെഡാണ്. അപ്പോൾ അവർ പറയുന്ന ഓരോ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. 9:30 വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഇന്ന ക്ലാസ്സിൽ ഇന്ന ഡിസിപ്ലിൻ പാലിക്കണം എന്നൊക്കെ പറഞ്ഞൊരു റൂൾസൊക്കെ എഴുതി തരും. അപ്പോൾ ആ റൂൾസൊക്കെ നമ്മൾ അനുസരിക്കുമ്പോൾ അതെല്ലാം ഓരോ എറ്റിക്കറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ആ ഓരോ റൂൾസിൻ്റെ ഇതെല്ലാം നമുക്ക് ഓരോ അതോറിറ്റീസാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മളെന്താ ഗവൺമെൻറ്റിൻ്റെ ഒരു സെറ്റ് ഓഫ് റൂൾസിന് അനുസരിച്ചാണ് വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ഈ എറ്റിക്വറ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോലീസുകാരൊക്കെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്, അതുപോലെ തന്നെ കോർട്ട് തുടങ്ങിയതെല്ലാം അവരെല്ലാം അതോറിറ്റിയാണ് നമ്മുടെ ഈ ഒരു ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ ഒരു കാര്യങ്ങളിൽ ഓരോ റൂൾസിൽ ഓരോ നിയമങ്ങളെല്ലാം പാലിച്ച് പോകുന്നവരാണ്. അപ്പോൾ എറ്റിക്വറ്റ് ഈസ് എസെൻഷ്യൽ വെൻ യു ഇൻറ്ററാക്ട് വിത്ത് പീപ്പിൾ അറൗണ്ട് യു. അപ്പോൾ എറ്റിക്വറ്റ് എന്ന് പറയുന്നത് മാന്യത അല്ലെങ്കിൽ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ്. നമ്മളൊരു സമൂഹത്തിൽ ചെന്ന് ഇടപെടുമ്പം ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ് ആൻഡ് ട്രീറ്റ് അതേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മളെ തന്നെ പെരുമാറുന്നതും അതുപോലെ മറ്റുള്ളവരുമായിട്ട് അവരെ നമ്മൾ എങ്ങനെ കരുതുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ഫോളോ റൂൾസ് ഓഫ് എറ്റിക്വറ്റ് യു അവോയ്ഡ് നീഡ്ലെസ് നെഗറ്റീവ് കൺഫ്രണ്ടേഷൻ ആൻഡ് അൺഹെൽത്തി പൊളിറ്റിക്സ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എറ്റിക്വറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കൺഫ്രണ്ടേഷൻ, അതുപോലെ തന്നെ അൺഹെൽത്തി നെഗറ്റീവ് കൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കോൺഫ്ലിക്ട്സ്, നമ്മൾ തർക്കങ്ങളോ വഴക്കുകളോ ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള പൊളിറ്റിക്സ്, ഇതിലൊന്നും ചെന്ന് നമ്മൾ പെടത്തില്ല. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഗുഡ് എറ്റിക്വറ്റ് റൂൾസ് എന്നും പറഞ്ഞൊരു ബോക്സ് പേജ് നമ്പർ 206 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിമെമ്പർ ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ മോസ്റ്റ് ലാസ്റ്റിംഗ്, സോ ടേക്ക് കെയർ ഓഫ് ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ, ഒരാൾ നമ്മളെ ആദ്യം കാണുമ്പോഴേ വിലയിരുത്തുന്നത് എന്താണോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻറ്റെയിൻ കറക്റ്റ് പോസ്ചർ, സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, മേക്ക് ഐ കോണ്ടാക്ട്, ടേൺ ടുവേർഡ്സ് പീപ്പിൾ വെൻ ദേ ആർ സ്പീക്കിംഗ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, നേരെ നിൽക്കണം, അതുപോലെ തന്നെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീറ്റ് യുവർ കോവർക്കേഴ്സ് വിത്ത് എ സ്മൈൽ ഇൻ ദ മോർണിംഗ്. അന്നേരം നമ്മുടെ കൂടെയുള്ള ജോലി ചെയ്യുന്നവരെ ഒരു പുഞ്ചിരി കൊണ്ട് രാവിലെ
ഗുഡ് മോർണിംഗ് ഒക്കെ പറയുക, ഗ്രീറ്റ് ചെയ്യുക. ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വിഷ് ചെയ്യുക. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പം വെൻ മീറ്റിംഗ് സമ്മൺ ഫോർ ദ ഫസ്റ്റ് ടൈം, അതുപോലെ ആദ്യം കാണുന്ന ഒരാളെ ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു ജെൻറ്റിൽ കാര്യമാണ്. ബി പേഷ്യൻറ്റ് വിത്ത് അതർ പീപ്പിൾ ആൻഡ് ദെയർ വേസ് ഈവൻ ഇഫ് യു ഡോണ്ട് എഗ്രി വിത്ത് ദം. അപ്പോൾ വേറെ ഒരാൾ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ നമ്മുടെ ക്ഷമ കാത്തു സൂക്ഷിക്കണം. ഡ്രസ് ടു ഇംപ്രസ് ബൈ ഫോളോയിങ് യുവർ ഓഫീസ് ഡ്രസ് കോഡ്. അപ്പം നമ്മൾ ഓഫീസ് ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഓഫീസ് ഒരു അതോറിറ്റി അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി നമ്മളോട് പറയുന്ന ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി ധരിച്ച് നല്ല ഇമ്പ്രസീവായിട്ട് വേണം ധരിക്കാൻ, അല്ലെങ്കിൽ അത് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ബി ഓർഗനൈസ്ഡ് ടു ക്യാരി ഓൺലി വെൻ യു റിക്വയർ ആൻഡ് കീപ് യുവർ വർക്ക്സ് ഡെസ്ക് ക്ലീൻ. എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ടയായ രീതി നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ എല്ലാ ക്ലീനും ആയിരിക്കണം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനവും ചുറ്റുപാടും എല്ലാം ക്ലീനായിരിക്കണം. ഡോണ്ട് മേക്ക് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്, ടേക്ക് ടു ദ മെയിൻറ്റെയിനേഴ്സ്, സ്റ്റാഫ് മെമ്പേഴ്സ് ആൻഡ് റിമെമ്പർ ടു താങ്ക് ദം ടു ദെയർ എഫേർട്സ്. ഡോണ്ട് മേക്ക് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരെ വിലയിരുത്താൻ പാടില്ല. അതുപോലെ തന്നെ ബി കൈൻഡ് ആൻഡ് കോർട്ടിയസ് ടു ഓൾ, റിമെമ്പർ ദാറ്റ് എവരി വൺ ഈസ് ഈക്വൽ, ദർ ഈസ് നോ റൂം ഫോർ പാർഷ്യാലിറ്റി. അപ്പോൾ വിവേചനമില്ലാതെ എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ഒന്നാണെന്ന് അത് കരുതിക്കൊണ്ട് വേണം നമ്മളെല്ലാവരോടും പെരുമാറാൻ. വിവേചനം പാടില്ല എന്നുള്ളതാണ്. നെവർ ബി ലേറ്റ്, ട്രൈ ടു ബി ഏർലി ഫോർ. അപ്പം നമ്മൾ ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻറ്റ്. വൺ വേ ഓഫ് വിന്നിങ് പീപ്പിൾ ഓവർ ഈസ് ബൈ ഡൂയിങ് യുവർ വർക്ക് വെൽ, ബി അറ്റൻറ്റീവ് ആൻഡ് എൻതൂസിയാസ്റ്റിക് അബൌട്ട് യുവർ വർക്ക്. എൻതൂസിയാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെ ഉത്സാഹത്തോടെ നിങ്ങളുടെ ജോലി നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവത്തുള്ളൂ. അപ്പം ആ ഒരു ബി അറ്റൻറ്റീവ് ആയിരിക്കണം, എപ്പോഴും ജാഗ്രത ഉണ്ടാവണം. അതുപോലെ തന്നെ ഉത്സാഹത്തോടെ വേണം ജോലി ചെയ്യാൻ. അതൊക്കെയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പാലിക്കേണ്ട എറ്റിക്വറ്റ്സ് ആണ്. ഒന്നാമത്തേത് മീറ്റിംഗ്, കോൺഫറൻസ് ആൻഡ് സോഷ്യൽ ഗ്യാതറിംഗ്. ഇവിടെയെല്ലാം പാലിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ പേജ് നമ്പർ 207 കൊടുത്തിട്ടുണ്ട്. സെൻഡ് ദ അജണ്ട വെൽ ഇൻ അഡ്വാൻസ്. അപ്പോൾ ഈ ഒരു ബിസിനസ് മീറ്റിംഗ് നടത്തുന്നയാൾ പാലിക്കേണ്ട കാര്യം, സെൻഡ് ദ അജണ്ട വെൽ ഇൻ അഡ്വാൻസ്. അറ്റൻഡ് ചെയ്യുന്നയാൾ നോ ദ അജണ്ട ആൻഡ് പ്രിപ്പയർ ടു ഡിസ്കസ് ദ നെസസറി. അപ്പം ഇപ്പോൾ ഒരു ബിസിനസ് മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ, ബിസിനസ് മീറ്റിംഗ് രണ്ടാമതല്ല വരുന്നത്. അപ്പം ആദ്യത്തേത് മീറ്റിംഗ്സ്, കോൺഫറൻസ് ആൻഡ് സോഷ്യൽ ഗാദറിംഗ്. യുവർ സോഷ്യൽ സ്കിൽസ് ആർ ഓൾവേസ് ഓപ്പൺ ഫോർ അനാലിസിസ് വെൻ യു ആർ അറ്റൻഡിങ് ഫോർ മീറ്റിംഗ് ആൻഡ് സോഷ്യൽ ഇൻ ഓൾ ദി സോഷ്യൽ ഡാറ്റ. അപ്പം ഈ ഒരു കാര്യങ്ങളിലൊക്കെ പറയാം. മീറ്റിങ്ങിൽ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഏതൊരു മീറ്റിംഗിലും കോൺഫറൻസിലും പങ്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും എറ്റിക്വറ്റും പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്രിഡ്ജിങ് ആൻഡ് ബ്രേക്കിംഗ് ബിസിനസ് റിലേഷൻസ്. അതുപോലെ തന്നെ നമുക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതുപോലെ തന്നെ ബന്ധങ്ങൾ തകർക്കാനും നമ്മുടെ ഈ ഒരു എറ്റിക്വറ്റ് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ പാലിച്ച് വേണം നമ്മൾ മീറ്റിങ്ങിലും കോൺഫറൻസിലും എല്ലാം പങ്കെടുക്കാൻ. അതുപോലെ ഒരു ബിസിനസ് ഗ്യാതറിങ്ങിൽ, ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പുറത്തെ ടേബിൾ. എറ്റിക്വറ്റ് ഇൻ ബിസിനസ് മീറ്റിംഗ്, സെൻഡ് ദ അജണ്ട വെൽ ഇൻ അഡ്വാൻസ്. അപ്പം നടത്തുന്നയാളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, അറ്റൻഡ് ചെയ്യുന്ന ആളാണ് അറ്റൻഡിങ് എന്നും പറഞ്ഞ് ഇപ്പുറത്ത് കൊടുത്തിരിക്കും. അപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ ഈ മീറ്റിങ്ങിൻ്റെ അജണ്ട എന്താണെന്നുള്ളത് എല്ലാവർക്കും മെയിൽ വഴിയോ അല്ലെങ്കിൽ നേരത്തെയോ അറിയിച്ചിരിക്കണം. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്നയാൾ നോ ദ അജണ്ട ആൻഡ് പ്രിപ്പയർ ടു ഡിസ്കസ് ദി നെസസറി പോയിന്റ്. അപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഇതെല്ലാം നമ്മൾ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പാലിക്കേണ്ട എറ്റിക്കറ്റ്സാണ്. രണ്ടാമത്തേത് ഹോസ്റ്റിംഗ് ആൾ ഇൻഫോം ദി പാർട്ടിസിപ്പൻസ് അബൌട്ട് ദി വെന്യൂ, ടൈം ആൻഡ് ഡേറ്റ്. നടക്കുന്ന സ്ഥലവും ഡേറ്റൊക്കെ നേരത്തെ അറിയിക്കണം. പ്രിപ്പയർ യുവർ പ്രസൻറ്റേഷൻ ഇഫ് യു ആർ ഗീവൺ എ ചാൻസ് ടു പ്രസൻറ്റ് ബൈ ദി ഓർഗനൈസേഴ്സ്. അപ്പം ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ഒരു ചാൻസ് തരുവാണെങ്കിൽ ആ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്ത് വേണം പോകാൻ. റീച്ച് ദ വെന്യൂ ബിഫോർ ദി പാർട്ടിസിപ്പൻസ്. കീപ് യുവർ പേപ്പേഴ്സ് ആൻഡ് പ്രസൻറ്റേഷൻ ഹാൻഡി. ചെക്ക് സീറ്റിംഗ് ആൻഡ് അതർ റിസോഴ്സസ് ലൈക്ക് പ്രൊജക്ടേഴ്സ് ആൻഡ് വൈറ്റ് ബോർഡ്സ്. അപ്പം ഹോസ്റ്റ് ചെയ്യുന്ന നടത്തുന്ന ആൾ ഈ ഓഡിറ്റോറിയവും ഹാളും എല്ലാം നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൊജക്ടേഴ്സ്, വൈറ്റ് ബോർഡും എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അറ്റൻഡ് ചെയ്യുന്നയാൾ ഓൾവേസ് റീച്ച് ദ വെന്യൂ ഇൻ ടൈം ഓർ ദി ലിറ്റിൽ ഏർലി. നേരത്തെ തന്നെ സ്ഥലത്ത് എത്തിച്ചേർന്നു. ചെക്ക് അവൈലബിലിറ്റി ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്. ഇഫ് യു ആർ ലേറ്റ്, സെറ്റിൽ ഡൗൺ വിതൗട്ട്
ഡിസ്റ്റർബിങ് ദി കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ചെക്ക് അവൈലബിലിറ്റി ഓഫ് റിഫ്രഷ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ്. നമ്മളിപ്പം ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഫുഡ് കൊടുക്കാറുണ്ട്, അതുപോലെ ഡ്രിങ്ക്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതിൻ്റെ ലഭ്യത ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇഫ് യു ആർ ലേറ്റ് സെറ്റിൽ ഡൗൺ വിതൗട്ട് ഡിസ്റ്റർബിങ് ദി കോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്ന ആൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ വേണം അതിൽ പങ്കെടുക്കാൻ. ചെക്ക് യുവർ പ്രസൻറ്റേഷൻ ബിഫോർ ദ മീറ്റിംഗ് ബിഗിൻസ്. അപ്പം നമ്മളിപ്പം നടത്തുന്നയാൾ, ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രസൻറ്റേഷനൊക്കെ നേരത്തെ ചെക്ക് ചെയ്തിട്ട് വേണം തുടങ്ങാൻ. ക്യാരി എ പെൻ ആൻഡ് റൈറ്റിംഗ്. അറ്റൻഡ് ചെയ്യുന്ന ആൾ ഒരു പേനയും റൈറ്റിംഗ് പാടും കരുതണം. ഹാൻഡ് ഓവർ ദ നെസസറി മെറ്റീരിയൽ ടു ഓൾ ദി പാർട്ടിസിപ്പൻസ്. അപ്പം ഈ റൈറ്റിംഗ് പാഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നടത്തുന്ന ആൾക്കാർ സാധാരണ റൈറ്റിംഗ് പാഡ്സും പെൻസ് എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പാർട്ടിസിപ്പൻസിന് കൊടുക്കുക. അവോയ്ഡ് എൻഗേജിങ് ഇൻ എനി അതർ ആക്ടിവിറ്റി ഡ്യൂറിങ് മീറ്റിംഗ്. നെക്സ്റ്റ് വൺ ഈസ് വൺസ് യു ഫിനിഷ് അഡ്രസ്സിങ് ദ മീറ്റിംഗ് അലൗ ദ പാർട്ടിസിപ്പൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്. അപ്പം ഒരു മീറ്റിംഗ് കഴിയുകയാണെങ്കിൽ പാർട്ടിസിപ്പൻസിനെ എല്ലാവരെയും പരിചയപ്പെടാൻ ഒരു അവസരം കൊടുക്കണം. നെക്സ്റ്റ്, അവോയ്ഡ് എൻഗേജിങ് ഇൻ എനി അതർ ആക്ടിവിറ്റി. പേ complete and honest attention to the speaker by maintaining eye contact, responding wherever required and noting down the necessary points. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ആൾ ഒന്നെങ്കിൽ സ്പീക്കർ പറയുന്ന ആൾ അഡ്രസ്സ് ചെയ്യുന്ന ആൾ പറയുന്നത് കേട്ട് എഴുതുക, അല്ലെങ്കിൽ മെയിൻ പോയിൻറ്റ്സ് എഴുതുക. പിന്നെ അദ്ദേഹവുമായിട്ടൊരു ഐ കോണ്ടാക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പേ attention to ideas put forward by the participants, maintain eye contact and note down necessary points. അപ്പം പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് കണ്ടക്ട് ചെയ്യുന്ന ആൾ എഴുതിയെടുക്കുകയോ അതിന് മറുപടി നൽകുകയോ ചെയ്യുക. അപ്പം അതിൻ്റെ അറ്റൻഡ് ചെയ്യുന്ന ആളെന്ന് ഡു നോട്ട് ഇൻറ്ററപ്റ്റ് വെൻ സംവൺ ഈസ് സ്പീക്കിംഗ്. ആരെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ഡു നോട്ട് ഇൻറ്ററപ്റ്റ്, തടസ്സപ്പെടുത്തരുത്. Next one, avoid conflict of or if necessary manage them with composure and without disturbing the main course of the discussion. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ തർക്ക വിഷയങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ മെയിൻ കോഴ്സ് ഓഫ് ദി അപ്പം മെയിൻ കോഴ്സ് എന്താണോ സംസാരിക്കുന്നത് അത് മാത്രം മെയിനായിട്ട് സംസാരിക്കുക. അതിൽ നിന്ന് മാറി വ്യതിചലിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കരുത് ഹോസ്റ്റ് ചെയ്യുന്നയാൾ. ദെൻ അറ്റൻഡ് ചെയ്യുന്നയാൾ ഡു നോട്ട് ഇഗ്നോർ ഓർ ഓവർലുക്ക് ഫെല്ലോ പാർട്ടിസിപ്പൻസ് ഐഡിയ. അപ്പം കൂടെയുള്ള ആളുകളുടെ അറ്റൻഡ് ചെയ്യുന്ന ഇന്ന ആളുകൾ കാണുമല്ലോ, ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ കൂടെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഐഡിയാസ് ഇഗ്നോർ ചെയ്യരുത്, അത് അവോയ്ഡ് ചെയ്യരുത്. എന്ന് വെച്ചാൽ അത് മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. അവോയ്ഡ് ഡീവിയേഷൻസ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്. ഡീവിയേഷൻ പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഓർഡർ ഉണ്ടായിരിക്കണം. ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. സ്റ്റേ ഫോക്കസ്ഡ്. ബി കോപ്പറേറ്റീവ് ആൻഡ് ഹെൽപ്പ് ദ ടീം ഇൻ ടേക്കിംഗ് സ്യൂട്ടബിൾ ഡിസിഷൻസ്. ബി പൊളൈറ്റ് ആൻഡ് പോസിറ്റീവ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ. അതിപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹോസ്റ്റ് ചെയ്യുന്നയാൾ കാത്തു സൂക്ഷിക്കണം. സ്പീക്ക് വിത്ത് ക്ലാരിറ്റി ആൻഡ് ഇൻ എ പോസിറ്റീവ് ടൂൺ. ഡു നോട്ട് ഷോ എനി കൈൻഡ് ഓഫ് ഫേവറിസം ഓർ പ്രിജുഡൈസ്. എന്ന് വെച്ചാൽ ആരോടും ഒരു ഫേവറിറ്റിസം എന്ന് വെച്ചാൽ ആരോടും ഒരു താല്പര്യം കൂടുതലോ കുറവോ, താല്പര്യം കൂടുതലായിട്ടോ അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടുകയോ അയാൾ കൊള്ളാം എന്നുള്ള രീതി അങ്ങനെയൊന്നും പാടില്ല. എന്ന് വെച്ചാൽ ഒരു വേർതിരിവ് ആരുടെ അടുത്തും പാടില്ല. എല്ലാവരെയും ഈക്വലായിട്ട് കാണണം. അതുപോലെ പ്രിജുഡൈസ് ഇല്ലാത്ത എന്ന് വെച്ചാൽ ഒരാളെ മുൻവിധിയോടെ കാണരുത്. ആ ഒരു സ്വഭാവം ഒഴിവാക്കുക. യൂസ് സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് യൂസ് ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ്. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ലോജിക്കലായിട്ടുള്ള കാര്യം മാത്രം പറയുക. ബി ഫ്ലെക്സിബിൾ ആൻഡ് ഷോ ഇൻട്രസ്റ്റ് ഇൻ ആക്സെപ്റ്റിംഗ് എ ഗുഡ് സജഷൻ. അപ്പം ആരെങ്കിലും ഒരാൾ ഗുഡ് സജഷൻ, നല്ലൊരു സജഷൻ പറയുകയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അവരിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്യണം അവർ പറഞ്ഞ കാര്യത്തിൽ. ഡു നോട്ട് ലൂസ് യുവർ കമ്പോഷർ അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. ഇപ്പം ഏതൊരു അവസ്ഥയിലും നിങ്ങളുടെ ആ ഒരു കൺട്രോൾ കളയരുത്. എന്ന് വെച്ചാൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയോ ദേഷ്യം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും ഉന്നയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾഡ് ആയിരിക്കണം. ഡു നോട്ട് അലൗ എനിബഡി ടു ഡോമിനേറ്റ് ദ കോഴ്സ് ഓഫ് ദി മീറ്റിംഗ്.
റിമെയിൻ ഡെമോക്രാറ്റിക് ഇൻ യുവർ അപ്രോച്ച്. അപ്പം വേറെ ഒരാളെയും ഡോമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആളുകൾ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ കാണും. അപ്പോൾ അയാളെ ഡോമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ എല്ലാവരെയും ഡെമോക്രാറ്റിക്കായിട്ട് എല്ലാവരും ഈക്വലാണെന്നുള്ളൊരു രീതിയിൽ വേണം അപ്രോച്ച് ചെയ്യാൻ. If other participants deviate from the main point of discussion, give them a gentle reminder. ഇപ്പോൾ ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ കൂടെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ മേളിൽ നോക്കുക കേട്ടോ. മേളിൽ കണ്ടോ അറ്റൻഡിങ് എന്ന് പറഞ്ഞ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് കറുപ്പിൽ. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്നവരുടെ കാര്യം ഈ ഇപ്പുറത്തെ സൈഡിലും ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പുറത്തെ ഈ ഫസ്റ്റ് സൈഡിലേക്ക് പറയുന്നത്. അപ്പോൾ ഈ ഫാദർ പാർട്ടിസിപ്പൻറ്റ് അപ്പോൾ കൂടെയുള്ള ആരെങ്കിലും സബ്ജക്റ്റിൽ നിന്ന് വ്യതിചലിച്ച് മാറുകയാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട കടമ നമുക്കുണ്ട്. ഡു നോട്ട് ഫോർഗെറ്റ് ടു താങ്ക് ദ പാർട്ടിസിപ്പൻസ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം കഴിയുകയാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളെയെല്ലാം നന്ദി പറയുക എന്നുള്ളത് ഒരു കടമയാണ്. ബി കോൺഷ്യസ് ഓഫ് ടൈം ആൻഡ് ഡു നോട്ട് ഓവർ ഷൂട്ട് യുവർ ടൈം ലിമിറ്റ്. ടൈം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. സെറ്റ് എ ടൈം ലിമിറ്റ് ആൻഡ് ട്രൈ ടു സ്റ്റിക്ക്. ഇപ്പോൾ സംസാരിക്കുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈം ലിമിറ്റിൽ തന്നെ നമ്മൾ സംസാരിക്കുക. ഹോസ്റ്റ് ചെയ്യുന്നയാൾ എന്ന് വെച്ചാൽ മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യുന്നയാൾ ആ ഒരു ടൈം ലിമിറ്റിൽ അപ്പുറം പോവാതെ നോക്കുക. വൈൽ പ്രൊവൈഡിങ് സജഷൻ മേക്ക് യുവർ ഐഡിയാസ് ആർ തോട്ട് ഔട്ട് ആൻഡ് വയബിൾ. അപ്പം ഓരോ സജഷൻസും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ പറയുമ്പം ആ ഒരു ഐഡിയാസ് എല്ലാം തോട്ട് ഔട്ട് എന്ന് വെച്ചാൽ ചിന്തിച്ചിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എന്ന് വെച്ചാൽ അത് ലോജിക്കലി കറക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അഭിപ്രായം പറയുവാണെങ്കിൽ അതിന് ഒരു ലോജിക്ക് എന്തെങ്കിലും വേണം. വയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ആക്സെപ്റ്റബിൾ ആയിരിക്കണം. If the participants are strangers, do not exchange business cards. Remember to keep plenty of cards ready. അപ്പോൾ if the participants എന്ന് പറയുന്നത് നമുക്ക് അപരിചിതരാണെങ്കിൽ അവർക്ക് നമ്മൾ നമ്മുടെ ബിസിനസ് കാർഡ് കൊടുക്കരുത്. ഡ്രസ് കെയർഫുള്ളി ഇൻ കീപ്പിംഗ് വിത്ത് ദി സിറ്റുവേഷൻ. അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും കൂടെ ആ ഒരു എറ്റിക്കറ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഡ്രസ്സ് വളരെ കെയർഫുള്ളായിട്ട് ധരിച്ച് വേണം പോകാൻ. സർക്കുലേറ്റ് ദ മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് ആഫ്റ്റർ ദി മീറ്റിംഗ് ഈസ് ഓവർ. അപ്പം മിനിറ്റ്സ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫുൾ ആകത്തുക എന്തൊക്കെയായിരുന്നു അജണ്ട, അതിൽ നിന്ന് എന്തൊക്കെയാണ് ഡിസിഷൻസ് എടുത്തത്, ഇതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്ന ഒരു ഫോർമാറ്റാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. സാധാരണ ആ പ്രൊസീഡ് ചെയ്യുന്ന ആളാണ് എഴുതി വെക്കുക ഏതൊരു മീറ്റിങ്ങിനും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ മിനിറ്റ്സ് എല്ലാവരെയും ഒന്നെങ്കിൽ വായിച്ച് കേൾപ്പിക്കുക അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുക. കീപ്പ് യുവർ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ഇൻ ദി സൈലൻറ്റ് മോഡ്. നെക്സ്റ്റ് വൺ ഈസ് ഡ്രസ്സിങ് എറ്റിക്വറ്റ്. ഹൗ യു ഡ്രസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എനി ബിസിനസ് റിലേഷൻഷിപ്പ്. അപ്പിയറൻസ് ആൻഡ് ഹൗ വൺ ക്യാരീസ് വൺ സെൽഫ് ആസ് ദി ഫസ്റ്റ് തിങ് ആർ നോട്ടിഫൈഡ്. അപ്പോൾ നമ്മൾ ഡ്രസ്സിങ് എറ്റിക്വറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സിങ്ങിൽ കാണിക്കേണ്ട മര്യാദ അതൊക്കെയാണ്. പ്രോപ്പർ അറ്റയറീസ് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. യു ഷുഡ് ക്ലീൻ കംഫർട്ട് ഫിറ്റഡ് അയൺ ക്ലോത്ത്സ് തേച്ച് ഉണക്കി നല്ല രീതിയിൽ. ഫോർ ഒഫീഷ്യൽ ഗ്യാതറിങ് ഒഫീഷ്യലായിട്ട് പോവുകയാണെങ്കിൽ ആപ്റ്റ് ഫോർ ഫോർമൽ സ്യൂട്ട്സ് ഓർ ബ്ലേസേഴ്സ് വിത്ത് എ ടൈ ഓർ എ ഫുൾ സ്ലീവ്ഡ് ഫോർമൽ ഷർട്ട്. അപ്പം ഒരു ഒഫീഷ്യൽ ഗ്യാതറിങ്ങിനൊക്കെ ഫോർമലായിട്ടുള്ള ഫുൾ സ്ലീവ്ഡ് ഷർട്ട് ടൈ ഒക്കെ ഇട്ട് ധരിച്ച് പോവുക. എന്നുവെച്ചാൽ ഹെയറൊക്കെ നല്ല രീതിയിൽ ചീകി. മെൻ ഷുഡ് ബി ഷേവ് ചെയ്യണം. അപ്ലൈ ആഫ്റ്റർ ഷേവ് ഇപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് നോക്കുക. വുമൻ ആണെങ്കിൽ വിയർ പാൻസ് സ്യൂട്ട്സ് സാൽവർ കമ്മീസ് ഓർ സാരീസ് ഇൻ ദി വർക്ക് പ്ലേസ്. ഇതൊക്കെയാണ് ഫോർമൽ ഡ്രസ്സ് ധരിക്കുക. അപ്പോൾ ജീൻസ് യു മൈറ്റ് ബി അലൗഡ് ടു വിയർ സ്കേർട്ട്സ് ഓർ ഈവൻ ജീൻസ് ഇൻ സം ഓഫീസസ്. ചില ഓഫീസിൽ സ്കേർട്ട് അല്ലെങ്കിൽ ജീൻസ് ധരിക്കാനുള്ള അനുവാദം തന്നെ. അതർ മൈറ്റ് ഇൻസിസ്റ്റ് ആൻഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ അറ്റയർ. അപ്പോൾ ഇത്ര എഴുതുക, ഇന്ത്യൻ അറ്റയർ നമ്മൾ ഫോളോ ചെയ്യുക. വുമൺ പിന്നെ ഡ്രസ്സിങ് സ്റ്റൈല് ഫുള്ള് നമ്മൾ എന്തൊക്കെ വേണം ഇപ്പോൾ ആൻസർ ചെയ്യുന്ന ഒരു വിധം ഉണ്ടല്ലോ. അപ്പോൾ അപ്പിയറൻസിൽ നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈല് നീറ്റ് ആൻഡ് തറവായിരിക്കണം, ഫിറ്റ് ആയിരിക്കണം, ഫോർമൽ ഡ്രസ്സായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകേണ്ട സ്ത്രീകളും അങ്ങനെ ആണുങ്ങളുടെയും സ്ത്രീകളുടെയും നമ്മൾ രണ്ടായിട്ട് പഠിക്കുക, എഴുതുക. അത് കഴിഞ്ഞ് ജ്വല്ലറിയുടെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. വുമൻ്റെ ജ്വല്ലറി. അപ്പോൾ ജ്വല്ലറി കെയർഫുൾ ആയിരിക്കണം. ഷൂ ആർ കോർഡിനേറ്റഡ് വിത്ത് ദെയർ. അപ്പോൾ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിന് അനുബന്ധമായിട്ടുള്ളൊരു ഷൂ ധരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിസിറ്റിംഗ് കാർഡ് എറ്റിക്വറ്റ്. Exchanging visiting cards at official and unofficial gathering is a must if you want to explain your network and interact with people. അപ്പം
ഇത് വിസിറ്റിംഗ് കാർഡ് എറ്റിക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ അറിയത്തില്ലാത്ത ഒരാൾക്ക് നമ്മൾ കാർഡ് കൊടുക്കില്ലേ, അപ്പോൾ ആ ഒരു കാർഡിൻ്റെ ഒരു കാര്യം നമ്മളെങ്ങനെ കൊടുക്കുക ഒക്കെ ഉള്ളൂ. വിസിറ്റിംഗ് കാർഡ് എറ്റിക്കറ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡൈനിങ് എറ്റിക്കറ്റ്സിൻ്റെ ഇപ്പുറത്തെ പേജ് നോക്കുക. വെൻ യു ആർ ഇൻവൈറ്റിങ് അതേഴ്സ്, അപ്പോൾ ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളും, വെൻ യു ആർ ഇൻവൈറ്റഡ്, നമ്മളൊരാളെ നമ്മൾ അടുത്ത് പോവുകയാണെങ്കിൽ പാലിക്കേണ്ട മര്യാദകൾ. ബി അവെയർ ഓഫ് ദി നമ്പർ ഓഫ് പീപ്പിൾ വിസിറ്റിംഗ്. നമ്മളിപ്പോൾ ഒരു പാർട്ടി നടത്തുക, ഒരു സൽക്കാരം നടത്തുക, അപ്പോൾ നമുക്ക് നമ്മുടെ എത്ര പേര് വരുന്നുണ്ടോ എന്നുള്ള ഒരു ഏകദേശ ധാരണ വേണം. ചെക്ക് ഓൺ ദി അവൈലബിലിറ്റി ആൻഡ് ഫിക്സ് ദി പ്രോഗ്രാം വെൽ ഇൻ അഡ്വാൻസ്. അപ്പോൾ എല്ലാവരുടെയും ഒരു അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മൾ പ്രോഗ്രാം നേരത്തെ തന്നെ ഫിക്സ് ചെയ്യണം. ഡിസൈഡ് ഓൺ എ പ്ലേസ് വിച്ച് ഈസ് ഫെമിലിയർ ടു യു. ഇത് പ്രോഗ്രാം എവിടെയാണ് നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചും അതിനെപ്പറ്റി അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. മേക്ക് ഷുവർ ദാറ്റ് യുവർ ഗസ്റ്റ് ആർ കംഫർട്ടബിൾ വിത്ത് ദ കൈൻഡ് ഓഫ് ഫുഡ് സെർവ്ഡ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാറ്ററിങ്ങിനൊക്കെ കൊടുക്കാറുണ്ട്, അപ്പം നമ്മൾ ആ ഒരു ഫുഡ് നല്ലതാണോ എന്ന് ഉറപ്പ് വരുത്തുക. ഇഫ് യു ആർ പ്ലാനിങ് ടു ഡിസ്കസ് ബിസിനസ് ഓവർ ഫുഡ്, ഇൻഡിക്കേറ്റ് ദിസ് ടു ദി ഗസ്റ്റ്. അപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്കഷനുണ്ട്, ബിസിനസ്സിനെ പറ്റി ഡിസ്കഷനുണ്ട് എന്നൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഗസ്റ്റിനെ അറിയിക്കുക. ഇഫ് ഇറ്റ് ഈസ് ബ്രേക്ക്ഫാസ്റ്റ്, ഗെറ്റ് ഓൺ ടു ദ ബിസിനസ് ക്വിക്ക്ലി. ഇഫ് ഇറ്റ് ഈസ് ലഞ്ച്, വെയിറ്റ് ടിൽ ദി ഓർഡേഴ്സ് ആർ പ്ലേസ്ഡ് ആൻഡ് സ്റ്റാർട്ട് ദ ബിസിനസ് കോൺവെർസേഷൻ ആഫ്റ്റർ ദി ഫസ്റ്റ് കോഴ്സ്. ഇതൊക്കെ ഒരു പറയാം. ഇഫ് ഇറ്റ് ഈസ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഗെറ്റ് ഓൺ ടു ദ ബിസിനസ് ക്വിക്ക്ലി. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ രാവിലത്തെ ഒരു സമയമായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് തന്നെ നമുക്ക് ആ ഒരു ബിസിനസ് മീറ്റിങ്ങിലേക്ക് കടക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വെയിറ്റ് ടിൽ ദി ഓർഡർ ആർ പ്ലേസ്ഡ് ആൻഡ് സ്റ്റാർട്ട് ദി ബിസിനസ് കോൺവെർസേഷൻ ആഫ്റ്റർ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് സാധാരണ ബിസിനസ് മീറ്റിങ്ങിനൊക്കെ ഇപ്പോൾ ഉച്ചത്തെ ഫുഡ് ഓർഡർ ചെയ്ത് ഫസ്റ്റ് കോഴ്സ് ഡിന്നർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സൂപ്പൊക്കെ വിളമ്പുന്ന, അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്ന ആ ഒരു സംതിങ്. ഇപ്പം നമ്മൾ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ പോകണമെങ്കിൽ ആദ്യം അപ്പം സ്റ്റ്യൂ തരും, അത് കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഇടയിൽ ചുമ്മാ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഡിന്നർ ടൈം, വെയിറ്റ് ടിൽ ദി സ്റ്റാർട്ടേഴ്സ് ഹാവ് ബീൻ കൺസ്യൂംഡ്. അതുപോലെ തന്നെ ഡിന്നർ ടൈം ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു, ലഞ്ച് പറഞ്ഞു, ഇനി ഡിന്നർ ഉച്ചത്തെ വൈകിട്ടത്തെ ആണെങ്കിൽ വെയിറ്റ് ടിൽ ദ സ്റ്റാർട്ടേഴ്സ് ഹാവ് ബീൻ കൺസ്യൂംഡ്. സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്ന ഡെസേർട്ട് അല്ലല്ലോ, എന്നായിരുന്നു, സൂപ്പിൻ്റെ ഓർഡർ ചെയ്തിട്ട് ആ ഒരു ടൈമിൽ സൂപ്പ് കുടിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സ്റ്റൈലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോളോ ടേബിൾ മാനേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി ഫുഡ് യു ആർ ഈറ്റിംഗ്. അപ്പം ഒരാളുടെ സ്വഭാവം ഒരു ഗ്രൗണ്ടിലും ഫുഡ് കഴിക്കുമ്പോഴും മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. അപ്പം ഒരു കച്ചറ സ്വഭാവം കാണിച്ച് കണ്ടതെല്ലാം ആർത്തിമൂത്ത് സാധനം കഴിക്കരുത്. ഒരു എറ്റിക്കറ്റ് എല്ലാം ഫോളോ ചെയ്ത് വേണം കഴിക്കാൻ. നമ്മുടെ തനി സ്വഭാവം അവിടെ കാണിക്കരുതെന്ന് അർത്ഥം. ഗീവ് ദ പ്രിവിലേജ് ഓഫ് ഓർഡറിങ് ടു ദി ഗസ്റ്റ്. അപ്പം നമ്മൾ ഗസ്റ്റിനോട് ഓർഡർ ചെയ്യാൻ പറയുക, അവർക്ക് ഒരു ചാൻസ് കൊടുക്കുക. Follow the protocol while deciding the seating arrangements. Central place should be given to the host or a very important person. The right seat should be given to the next important person and the left hand seat to the third most important person to the team. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ സീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. ആരാണോ നടത്തുന്ന അയാൾക്ക്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്ക് സെൻട്രൽ സീറ്റും ബാക്കി ഇങ്ങനെ കൊടുക്കുക, ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ അപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. ഡു നോട്ട് കൺസ്യൂം ആൽക്കഹോൾ വൈൽ ബിയോണ്ട് യുവർ ലിമിറ്റ്. അപ്പം കള്ള് കുടിക്കുന്നുണ്ടെങ്കിൽ മിതമായ രീതിയിൽ കൺസ്യൂം ചെയ്യുക, എന്ന് വെച്ചാൽ മദ്യപാനം ഉണ്ടെങ്കിൽ മിതമായിട്ട് മദ്യപിക്കുക എന്നിവിടെ പറയുന്നു. നെക്സ്റ്റ്, വെൻ യു ആർ ഇൻവൈറ്റഡ്. ബിസിനസ് മീറ്റിങ്ങിൻ്റെ എറ്റിക്വറ്റും ഡൈനിങ് എറ്റിക്വറ്റും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ് എറ്റിക്വറ്റിൻ്റെ ആകെ ഓർത്തിരിക്കുന്നത് മദ്യപാനം ആണെങ്കിൽ അത് മാത്രം തന്നെ എഴുതി വെച്ചേക്കരുത്, ബാക്കിയുള്ള കാര്യം കൂടെ എഴുതി വെച്ചേക്കണം. ലാസ്റ്റ് പോയിൻ്റ് മാത്രം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. വെൻ യു ആർ ഇൻവൈറ്റഡ് എന്ന് വെച്ചാൽ നമ്മളൊരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, നമ്മളൊരു ഗസ്റ്റായിട്ട് ചെല്ലുകയാണ്, അപ്പം നമ്മൾ പാലിക്കേണ്ടത് നോ വെയർ യു ആർ ഇൻവൈറ്റഡ് ആൻഡ് ഹാവ് യുവർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് റെഡി. അപ്പം നമ്മൾ എവിടെയാണ് ചെല്ലേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വേണം. ആൻഡ് ഹാവ് യുവർ മീൻസ് ഓഫ്, അപ്പം നമ്മൾ എങ്ങനെ അവിടെ എത്തിച്ചേരും എന്നുള്ളതും ട്രാൻസ്പോർട്ട് നേരത്തെ റെഡിയാക്കി വെക്കുക. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സി പിടിക്കുകയോ ഊബർ വിളിക്കുകയോ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവിടുകയാണെങ്കിൽ അതൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുക.
ബി കോഷ്യസ് ഓഫ് ടൈം ആസ് വെൽ, റീച്ച് ദ വെന്യൂ ഇൻ ടൈം ആൻഡ് ഡു നോട്ട് മേക്ക് പീപ്പിൾ വെയിറ്റ് ഫോർ യു. അപ്പം നിങ്ങൾ കാരണം ആൾക്കാർ പോസ്റ്റ് അടിച്ച് നിൽക്കരുത്. ഫോളോ ദ സീറ്റിംഗ് ഓർഡർ ആസ് പെർ പ്രോട്ടോക്കോൾ. അപ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് വേണം നമ്മൾ ഇരിക്കാൻ. മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ ആൻഡ് ടേക്ക് ടൈം ടു പ്ലേസ് ദി ഓർഡർ. നിങ്ങൾ നിങ്ങളെ തന്നെ ഇത് കംഫർട്ടബിൾ ആക്കി ആൻഡ് ടേക്ക് ടൈം ടു പ്ലേസ് ദി ഓർഡർ. കംഫർട്ടബിൾ ആക്കിയിട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ, അല്ലാതെ വലിച്ചു വാരി എല്ലാം ഓർഡർ ചെയ്തേക്കരുത്. ഡു നോട്ട് ഓർഡർ എ ലോട്ട് ഓഫ് ഫുഡ് ആൻഡ് ദെൻ വേസ്റ്റ് ഇറ്റ്. അത് തന്നെ, വേസ്റ്റ് ചെയ്തേക്കരുത്. കൂടുതൽ ഓർഡർ ചെയ്യാനും പാടില്ല. നോ വാട്ട് ദ ഫുഡ് ഐറ്റം ഈസ് ആൻഡ് ഹൗ ടു ഈറ്റ് ഇറ്റ് ബിഫോർ യു ഓർഡർ ഇറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം മേടിച്ചിട്ട് അതെങ്ങനെ കഴിക്കുമെന്ന് ആദ്യം ചിന്തിക്കണം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് ആദ്യം ഓർക്കണം, എന്നിട്ടേ അത് ഓർഡർ ചെയ്യാവുള്ളൂ. അല്ലാതെ കഴിക്കുന്നതിന് മുമ്പ് ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊന്നും ഓർഡർ ചെയ്തേക്കരുത്. നമ്മുടെ ബോഡിക്ക് അന്നേരം പറ്റുന്ന മാത്രമേ ഓർഡർ ചെയ്യാൻ പാടുള്ളൂ. ഡു നോട്ട് ബി ഇൻ ഹറി ടു സ്റ്റാർട്ട് ദി കോൺവെർസേഷൻ. അപ്പം കഴിച്ച് കഴിഞ്ഞ് നേരെ നമുക്ക് ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചേക്കാമെന്നും പറഞ്ഞ് ഒരു ഹറി എന്ന് വെച്ചാൽ ഒരു തിടുക്കം കാണിക്കരുത്. എല്ലാത്തിനും അതിൻ്റേതായൊരു ടൈമുണ്ട്. ബി കെയർഫുൾ about holding the knife and fork properly and placing them back to indicate completion. അപ്പോൾ നമ്മൾ നൈഫ് ആൻഡ് ഫോർക്ക്, കത്തിയും മറ്റേ ഫോർക്കില്ലേ, മറ്റേ ഒരു JCB അറ്റം പോലെ ഇരിക്കുന്നതാണ്, ആ നൂഡിൽസ് കഴിക്കുന്നത്. അപ്പോൾ ആ രണ്ട് സാധനങ്ങളും പ്രോപ്പറായിട്ട് പിടിക്കേണ്ട ഓരോ എറ്റിക്വേറ്റ് ഉണ്ട്, ഒരു വെസ്റ്റേൺ രീതിയൊക്കെ ഉണ്ട്. ഹോട്ടൽ മാനേജ്മെൻ്റൊക്കെ പഠിക്കുന്നവർക്കറിയാം. അപ്പോൾ ആ ഒരു കഴിക്കുന്ന രീതി, നൈഫാണെങ്കിൽ നമ്മൾ ഏത് കയ്യിലായിരുന്നു, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ, ഏതോ. അപ്പം ഈ ഒരു ഫോർക്കും നൈഫും നമ്മൾ പ്രോപ്പർലി യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പ്ലേസിങ് ദം ബാക്ക് ടു ഇൻഡിക്കേറ്റ് കംപ്ലീഷൻ. അപ്പോൾ ഫോർക്കും നൈഫും നമ്മൾ കഴിച്ച് കഴിയുവാണെങ്കിൽ ക്രോസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നേരെ വെക്കുക. അങ്ങനെ ഒത്തിരി ഇൻഡിക്കേഷൻ നമ്മൾ കാണിക്കാറുണ്ട്. ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവർക്കറിയാം. അല്ലെങ്കിൽ കഴിക്കുന്നവർക്ക്, ചിലവർക്ക് വെസ്റ്റേൺ ആയിട്ടുള്ള ആളുകൾ ഇപ്പം ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഫോർക്കും നൈഫും നമ്മുടെ പ്ലേറ്റിൽ ഇങ്ങനെ നേരെ വെക്കും. ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും, ക്രോസ് ചെയ്ത് വെക്കും. അങ്ങനെ ഒത്തിരി സയൻസ് ഒക്കെ ഉണ്ട്, നമുക്കത് അറിയത്തില്ല. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഇരിക്കുമ്പോൾ ഒന്ന് നോക്കുക യൂട്യൂബിൽ. അപ്പോൾ ആ ഒരു തീർന്നു എന്നുള്ളൊരു സിഗ്നൽ കാണിക്കുക. ഡു നോട്ട് കൺസ്യൂം ആൽക്കഹോൾ ബിയോണ്ട് യുവർ ലിമിറ്റ്. അപ്പം പറഞ്ഞ പോലെ തന്നെ ആൽക്കഹോൾ ഒരു മിതത്തിന് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ അതിനപ്പുറം കഴിക്കില്ല. ബി പൊളൈറ്റ് ഇൻ റിജക്റ്റിംഗ് എനി ഫുഡ് ഐറ്റം ഇഫ് യു ഡു നോട്ട് ലൈക്ക്. Use a napkin to wipe your lips. If you are using your hands, do not dip your hands completely into the food. Use fingers and a part of your palm. ഇപ്പോൾ കഴിക്കുമ്പം ആർത്തി മൂത്ത് കഴിക്കരുതെന്നുള്ള ചുരുക്കം പറയാം. ബി പൊളൈറ്റ് ഇൻ റിജക്റ്റിംഗ്. അപ്പോൾ ഒരു ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കത് വേണ്ട എന്ന് നേരത്തെ പറയുക, അല്ലാതെ എല്ലാം വലിച്ചു വാരി ഓർഡർ ചെയ്യരുത്. യൂസ് എ നാപ്കിൻ ടു വൈപ്പ് യുവർ ലിപ്സ്. അപ്പോൾ എന്തെങ്കിലും കറി പറ്റുകയാണെങ്കിൽ ഒരു കർച്ചീഫ് കഴിക്കരുത്. അതുപോലെ ഡു നോട്ട് റെസ്റ്റ് യുവർ എൽബോസ് ഓൺ യുവർ ടേബിൾ. അപ്പം നമ്മുടെ എൽബോസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുട്ട് ഇങ്ങനെ ടേബിളിൽ വെച്ച് കഴിക്കരുത്. താഴേക്ക് കൈ കൊടുത്തൊന്നും കഴിക്കരുതെന്നർത്ഥം. നെക്സ്റ്റ് ഈസ് ബിസിനസ് കോൺവെർസേഷൻ. Business conversation, if any, given setup when you are conversing with business associates, follow the necessary management points. അപ്പോൾ ഒരു ബിസിനസ് കോൺവെർസേഷനിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഗീവ് എ ഫേം ഹാൻഡ് ഷേക്ക് ടു കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് യു ആർ എ കോൺഫിഡൻറ്റ് പേഴ്സൺ ആൻഡ് ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻ വിത്ത് ദി പേഴ്സൺ. അപ്പോൾ നമ്മളൊരു ഹാൻഡ് ഷേക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ആദ്യം കാണേണ്ടത്. നിങ്ങളൊരു വിഷ്വൽ കാണണം. നമ്മളിപ്പോൾ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പോകുമ്പം നമ്മൾ പാലിക്കേണ്ടത്, നമ്മളൊരു ഇമാജിനേഷൻ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. കാരണം ഡൈനിങ് ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു എറ്റിക്കറ്റ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകാമെന്നുള്ളൂ. പക്ഷേ നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഇതൊന്നും നമ്മുടെ മൈൻഡിൽ വരണം എന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ നമ്മൾ പോയി ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പോയി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഓർഡർ നമുക്ക് വേണം, എന്നാൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എഴുതാനും പറ്റും. അതാ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കുഴപ്പം അതാണ്. ഗീവ് എ ഫേം ഹാൻഡ് ഷേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കൈ കൊടുക്കുക, ഹാൻഡ് ഷേക്ക്. മെയിൻറ്റെയിൻ ഐ കോണ്ടാക്റ്റ്. ബി കെയർഫുൾ ടു പ്രൊജക്റ്റ് ദ റൈറ്റ് ബോഡി ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ബോഡി ലാംഗ്വേജ് ആയിരിക്കണം, വളഞ്ഞു നിൽക്കാൻ പാടില്ല. ഡു നോട്ട് സിറ്റ് ഇൻ ആൻ ഓവർട്ട്ലി റിലാക്സ്ഡ് പൊസിഷൻ ഓർ ഇൻ എ ടു റിജിഡ് പൊസിഷൻ. അപ്പോൾ ഇരിക്കുമ്പോഴും നമ്മൾ ആടി തൂങ്ങിയൊന്നും ഇരിക്കരുത്. റിലാക്സ്ഡ് ആയിട്ട് നേരെ തന്നെ ആളെ ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്ത് വേണം ഇരിക്കാൻ. ബി കംഫർട്ടബിൾ ആൻഡ് റിലാക്സ്ഡ്.
യൂസ് യുവർ ഹാൻഡ്സ് വിതൗട്ട് പുട്ടിങ് ദം ഇൻ യുവർ പോക്കറ്റ്സ് ബിഹൈൻഡ് യു ഓർ ഇൻ യുവർ ഹെയർ. അപ്പോൾ ഒരിക്കലും കൈ കൊണ്ടുപോയി നിങ്ങളുടെ പോക്കറ്റിൽ കൈ ഇട്ടുകൊണ്ടിരിക്കുക സംസാരിക്കുകയോ അല്ലെങ്കിൽ പുറകിൽ കൈ കെട്ടുക, അതുപോലെ എപ്പോഴും കൈ ഇങ്ങനെ മുടിയെ ഇരിക്കരുത്. കീപ് യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പ്ലസൻറ്റ് ആൻഡ് ഓൾവേസ് ബി വില്ലിങ് ടു സ്മൈൽ. അപ്പം നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ എപ്പോഴും ഒരു പുഞ്ചിരി മുഖത്ത് വേണം. ഡു നോട്ട് ട്രൈ ടു ഡോമിനേറ്റ് ദി കോൺവെർസേഷൻ, ഗീവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു അതേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരേ തുല്യമായിട്ടുള്ള സംസാരിക്കാനുള്ള ഫ്രം ദി മെയിൻ പോയിന്റ്സ് ആൻഡ് ഇഫ് ദി അതർ പേഴ്സൺ ഈസ് ഡൂയിങ് ഇറ്റ് ഗീവ് എ ജെൻറ്റിൽ റിമൈൻഡർ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു മെയിൻ പോയിന്റ്സിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ അതിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ അദ്ദേഹത്തോട് പറയണം, നിങ്ങൾ ഈ പറയുന്ന അനാവശ്യ കാര്യമാണ്, മര്യാദയ്ക്ക് നേരെ കൃത്യമായിട്ടുള്ള കാര്യം പറയണം. ഡു നോട്ട് ട്രിഗർ ദി അതർ പേഴ്സൺസ് വീക്ക് ഏരിയാസ് ഓർ റിഡിക്യൂൾ ഹിസ് ഓർ ഹെർ ഇഗ്നോറൻസ്. റിഡിക്യൂൾ എന്ന് വെച്ചാൽ കളിയാക്കുക. ഇപ്പോൾ ഒരാളെ ട്രിഗർ ചെയ്യാൻ പാടില്ല, അയാളെ പ്രകോപിപ്പിക്കാൻ പാടില്ല. ദി അതർ പേഴ്സൺ വീക്ക് ഏരിയാസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു മേഖലയൊന്നും നമ്മൾ ട്രിഗർ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടത്തരം പറയുമായിരിക്കും. അപ്പോൾ അത് നമ്മൾ കളിയാക്കി അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് നമ്മൾ കളിയാക്കാൻ പാടില്ല. റിഡിക്യൂൾ ചെയ്യാന്ന് വെച്ചാൽ കളിയാക്കാൻ പാടില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയും ഇഗ്നോറൻസ് അതും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. നെയ്തർ ഇൻസൾട്ട് നോർ അൺനെസസറി പ്രൈസ് ദി അതർ പേഴ്സൺ. അപ്പോൾ ഒരിക്കലും ഒരാളെ ഇൻസൾട്ട് ചെയ്യാനോ ഒരാളെ കൂടുതൽ പുകഴ്ത്താനോ പാടില്ല. ബി ഹ്യൂമറസ് ടു ലൈറ്റ് ആൻഡ് ദി സീരിയസ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി ഒരു ആവശ്യത്തിന് മാത്രം ഇത് ഹ്യൂമറസ് ആവുക, ഇച്ചിരി തമാശയ്ക്ക് രീതിയിലുള്ള ഒരു ആക്റ്റീവായിട്ട് ഇരിക്കുക. ഇഫ് യു ആർ എ മാൻ ആൻഡ് യുവർ ഗസ്റ്റ് ഈസ് എ ലേഡി, ലെറ്റ് ഹെർ ഓഫർ ഹെർ ഹാൻഡ് ഫോർ എ ഷേക്ക് ഇഫ് ഷീ വിഷസ്. ഡു നോട്ട് ഫോഴ്സ് ഹെർ ടു ഷേക്ക് ഹാൻഡ്സ്. അപ്പോൾ നമ്മളൊരു ആണാണ്, നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലേഡി ആണെങ്കിൽ നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പം ചാടിക്കേറി കൊടുത്തേക്കരുത്. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഹാൻഡ് ഷേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകരുത്. ഡു നോട്ട് ഫോഴ്സ് ഹെർ ടു ഹാൻഡ് ഷേക്ക്. അത് അവളെ കൊണ്ട് നിർബന്ധിച്ച് നമ്മൾ ഹാൻഡ് ഷേക്ക് മേടിക്കാൻ പാടില്ല. ബി ക്ലിയർ, കൺസൈസ് ആൻഡ് ഇൻ്റലിജിബിൾ ഇൻ ഓൾ യുവർ കോൺവെർസേഷൻ. ബി ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ ചുരുങ്ങിയതായിരിക്കണം, അതുപോലെ തന്നെ ഇൻ്റലിജിബിൾ എന്ന് പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് വേണം നമ്മുടെ ഇടയിൽ ഉണ്ടാവാൻ. ബി ആൻ ആക്റ്റീവ് ആൻഡ് പേഷ്യൻറ്റ് ലിസണർ. ഒരു ആക്റ്റീവും അതുപോലെ തന്നെ വളരെ പേഷ്യൻ്റ്, ഒരു പേഷ്യൻസ് എന്ന് വെച്ചാൽ പേഷ്യൻസ് ഓർമ്മ വരുന്നില്ലല്ലോ. ഒരു ക്ഷമ, വളരെ ആക്റ്റീവും ആയിരിക്കണം, അതുപോലെ തന്നെ ക്ഷമയുള്ള ഒരു ലിസണർ ആയിരിക്കണം നമ്മൾ. എന്ന് വെച്ചാൽ കേൾവിക്കാർ അത്രയും ക്ഷമയുള്ളവരായിരിക്കണം. ഡു നോട്ട് ഫിൽ ദി ഗ്യാപ്സ് ഇൻ യുവർ ഗസ്റ്റ് സ്പീച്ച്. അപ്പം ഗസ്റ്റ് പറയുന്ന സ്പീച്ചിൻ്റെ ഇടയിൽ നമ്മൾ അദ്ദേഹത്തിന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട. എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും പറയട്ടെ, അത് കേട്ട് നമ്മൾ ഇരുന്നാൽ മതി. അതിൻ്റെ ഇടയിൽ നമ്മൾ ശരി ആയിക്കോട്ടെ എന്നൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഗ്യാപ്പ് ഫില്ല് ചെയ്യണ്ട. ഇഫ് യു ആർ സപ്പോസ് ടു കമ്മ്യൂണിക്കേറ്റ് ബാഡ് ന്യൂസ്, യൂസ് ദി മോസ്റ്റ് ഡീസൻറ്റ് ആൻഡ് പോസിറ്റീവ് വൊക്കാബുലറി ആൻഡ് ഗുഡ് ബോഡി ലാംഗ്വേജ്. ഇഫ് യു ഹാവ് ബോത്ത് ബാഡ് ന്യൂസ് ആൻഡ് ഗുഡ് ന്യൂസ് ടു ഷെയർ, ഓൾവേസ് ബിഗിൻ വിത്ത് ദി ഗുഡ് ന്യൂസ്. ഇപ്പം ഗുഡ് ന്യൂസും ബാഡ് ന്യൂസും നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ആദ്യം ഗുഡ് ന്യൂസ് പറയുക. നെക്സ്റ്റ് വൺ ഈസ് നെറ്റിക്വറ്റ്. നെറ്റിക്വറ്റ് എന്ന് പറയുന്നത് the rules, soft skills and the manners that one should keep in mind during virtual communication is called netiquette. അപ്പം ഒരു ഇൻ്റർനെറ്റ് ഇപ്പോഴത്തെ ഒരു ഏരിയ എന്ന് പറയും, ഇപ്പോഴത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ നമ്മൾ നെറ്റിൽ വിർച്വൽ വേൾഡിലാണ്. അപ്പം നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ആ ഒരു റൂൾസ് ആൻഡ് സ്കിൽസ് ഇത്ര ഓർത്താൽ മതി. എറ്റിക്വറ്റ് എന്ന് പറയുന്നത് മര്യാദ. ആ മര്യാദ നമ്മൾ നെറ്റ്വർക്കിൽ ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു പാലിക്കേണ്ട കാര്യങ്ങളാണ് നെറ്റിക്വറ്റ്. ആ ടിപ്സ് എനിക്ക് വായിച്ചാൽ മനസ്സിലാവും, ജസ്റ്റ് വായിച്ച് ഞാൻ പോകാം. കൺഫേം ദി അതർ പേഴ്സൺസ് അവൈലബിലിറ്റി ഇഫ് യു ആർ എക്സ്പെക്റ്റിംഗ് എ വീഡിയോ കോൺഫറൻസ്. അപ്പോൾ മറ്റേ ആളുടെ അവൈലബിലിറ്റിയും കൂടെ നോക്കി വേണം നമ്മൾ വീഡിയോ കോൺഫറൻസ് ചെയ്യാൻ. ടേക്ക് അഡിക്വേറ്റ് കെയർ റിഗാർഡിംഗ് ദി അറ്റ്മോസ്ഫിയർ ആൻഡ് യുവർ ക്ലോത്ത്സ് ഫോർ ദി. അപ്പോൾ ക്ലോത്ത്സ് എല്ലാം കൃത്യമായിട്ട് ധരിക്കുക. കീപ്പ് ഓൾ യുവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, അതുപോലെ പേപ്പറെല്ലാം റെഡി ആയിരിക്കണം വീഡിയോ കോൺഫറൻസിൽ. എന്ന് വെച്ചാൽ അതിൽ എഡിറ്റിംഗ് ഇല്ല നെറ്റിക്വറ്റിൽ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലൈവായിട്ട് കോൺഫറൻസ് ചെയ്യുവാണെങ്കിൽ അതിൽ എഡിറ്റിംഗ് ഒന്നുമില്ല. നമുക്ക് മെയിൽ അയക്കുന്ന പോലെ എഡിറ്റ് ചെയ്തൊന്നും നമുക്ക് ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ആ കൃത്യസമയത്ത് നമ്മൾ അവൈലബിൾ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും കാര്യം.
ഇപ്പോൾ പല ജോബ് ഇൻ്റർവ്യൂസ് എല്ലാം ഇപ്പം നെറ്റിൽ കൂടെയാണ് കൊറോണ വന്നേ പിന്നെ. അപ്പം പേഴ്സണൈസ് യുവർ വോയിസ് മെയിൽ. പീപ്പിൾ മേ നോട്ട് ലീവ് മെസ്സേജസ് ഇഫ് യുവർ വോയിസ് മെയിൽ ഈസ് നോട്ട് അക്യുറേറ്റ്. ഇപ്പം വോയിസ് മെയിൽ എന്ന് പറയുന്നത് അമേരിക്കൻ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ വോയിസ് മെയിൽ നമ്മളിപ്പം മെയിൽ വോയിസ് മെയിൽ അയക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ മെയിൽ അയക്കില്ലേ, അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത് അയക്കുക. അപ്പോൾ പഴയ വോയിസ് മെയിലുകൾ വന്ന് കിടക്കാതെ പുതിയതായിട്ടുള്ള വോയിസ് മെയിൽ നമ്മൾ പാസ് ചെയ്യുക. വൈൽ സെൻഡിങ് ആൻ ഇമെയിൽ നോ ദ റെസിപ്പിയൻറ്റ് കറക്റ്റ് അഡ്രസ്. കാര്യങ്ങൾ അറിയാമല്ലോ. ബി ഫോർമൽ ഇൻ യുവർ ഇമെയിൽസ് ആൻഡ് ലെറ്റ് യുവർ മാനർ ഓഫ് അഡ്രസ്സിങ് ഇൻഡിക്കേറ്റഡ് ദാറ്റ്. ഇമെയിലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എങ്ങനെ ഇമെയിൽ എറ്റിക്കറ്റ് എങ്ങനെ ഫോളോ ചെയ്യാമെന്നുള്ളത്. ഡു നോട്ട് റൈറ്റ് ലെങ്തി ഇമെയിൽസ്. റിമെമ്പർ ടു റൈറ്റ് യുവർ നെയിം. ആ കാര്യങ്ങൾ. റൈറ്റ് എ ബ്രീഫ് ആൻഡ് ഡയറക്റ്റ് ഫ്രേസ് ഇൻ ദി സബ്ജക്റ്റ് ലൈൻ. അതൊക്കെ ഇമെയിലിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. യൂസ് ഫോർമൽ, പൊളൈറ്റ്, പോസിറ്റീവ് ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്. ആ ഒരു പോയിൻ്റ് എപ്പോഴും എല്ലാത്തിൻ്റെ അകത്തും ഉള്ളതാണ്. യൂസ് ഫോർമൽ, പൊളൈറ്റ്, പോസിറ്റീവ് ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്. അതൊന്ന് ഓർത്തിരിക്കുക. ഓൾവേസ് പെർഫോം എ സ്പെൽ ചെക്ക് ബിഫോർ സെൻഡിങ് ആൻ ഇമെയിൽ. സ്പെൽ ചെക്ക് എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നേരത്തെ ചെക്ക് ചെയ്യുക. While answering an email, a message, acknowledge the mail with a thank you and convey your reply as soon as possible. അപ്പം ഒരു മെയിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ഒഫീഷ്യൽ ആരെങ്കിലും നമുക്ക് അയക്കുകയാണെങ്കിൽ നമ്മൾ അക്നോളജ് ചെയ്യുക, നമുക്ക് അവർക്ക് നന്ദി പറയുക, താങ്ക് യു എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു റിപ്ലൈ നമ്മൾ എന്താണല്ലോ അയക്കുക, അവർക്ക് ചുമ്മാ നമ്മൾ അത് കണ്ട് ക്ലോസ് ചെയ്യുക, അതിനേക്കാൾ ഉപരി ഒരു താങ്ക് യു അയക്കുക. ഡു നോട്ട് ഓവർ റിയാക്ട് ഓർ ഷോ യുവർ ഇമോഷൻസ് ഇൻ യുവർ ഇമെയിൽ. ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടുകയോ അതുപോലെ തന്നെ ഇമോഷണൽ കവിഞ്ഞ് സംസാരിക്കാനോ ഇമെയിലിൽ കൂടെ പാടില്ല. നെക്സ്റ്റ് ടെലിഫോൺ സ്കിൽസ്. ടെലിഫോൺ സ്കിൽസിൽ അപ്പോൾ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, ഇന്നത്തെ കാലത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടെലിഫോൺ സ്കിൽസ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഫേസ് ടു ഫേസ് മീറ്റിങ്ങിൽ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടോ പോസ്റ്റർ കണ്ടിട്ടോ നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടോ നമുക്ക് ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ടെലിഫോൺ സ്കിൽസിൽ നമ്മൾ വൊക്കാബുലറി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ നമ്മുടെ നെറ്റ്വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഗ്രീറ്റിംഗ് ആൻഡ് സൈൻ ഓഫ്. ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ വിഷ് ചെയ്യുന്ന കാര്യവും, സൈൻ ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ഒടുക്കത്തിൽ സൈൻ ഓഫ് ആ ഒരു കാര്യമാണ്. It is important use correct greetings and endings when you make your phone calls if you want to build a good rapport with your listener. അപ്പം ഗ്രീറ്റിങ്സും എൻഡിങ്സും തുടക്കത്തിലും ഒടുക്കവും നമ്മൾ എപ്പോഴും ഒരു ഫോൺ കോളിൽ കൃത്യമായിട്ട് നന്നായിട്ട് പാലിക്കേണ്ട സംഭവമാണ്. എന്നാൽ മാത്രമേ നമുക്കൊരു ഗുഡ് റാപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിലേഷൻ നമുക്ക് ലിസണറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അവോയ്ഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വേസ്റ്റിംഗ് ടൈം. അത്രയും ആ ഒരു സെൻറ്റൻസ് ഓർത്തിരിക്കാം. ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പാടില്ല. ആ ഒരു പാരഗ്രാഫ് എനിക്കൊന്ന് സിമ്പിളാണ്, നിങ്ങളത് വായിച്ച് നോക്കുക. കാരണം ഇതിപ്പം 37 മിനിറ്റായി. നോക്കട്ടെ. നെക്സ്റ്റ്, യു ഷുഡ് റിമൈൻ പൊളൈറ്റ് ആൻഡ് കോർട്ടിയസ് ടിൽ ദി വെരി എൻഡ് ഓഫ് ദി കോൾ. അപ്പോൾ ഒരു കോൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പൊളൈറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ വളരെ കോർട്ടിയസ് ആയിരിക്കണം, അതുപോലെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം എന്നർത്ഥം. റിലാക്സ്ഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ ദ വെരി ലാസ്റ്റ് ഓഫ് ദി കോളിൻ്റെ അവസാനം വരെ നമ്മൾ പൊളൈറ്റ് ആയിരിക്കണം. ഇപ്പം സോ യു ഷുഡ് ഫസ്റ്റ് ലെറ്റ് ദ ലിസണർ നോ ദ നെയിം ഓഫ് യുവർ കമ്പനി, യുവർ നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ദ പർപ്പസ് ഓഫ് യുവർ കോൾ. അപ്പം നമ്മളിപ്പോൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേര് പറയണം, അതുപോലെ തന്നെ നമ്മുടെ പേര് പറയണം, നമ്മളുടെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ എന്താണോ അതുപോലെ അത് പറയണം, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, അതുപോലെ എന്തിനാണ് വിളിച്ചതെന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം. അപ്പോൾ ഈ ഒരു 3 കാര്യം ഓർക്കുക. അപ്പം അത്ര എഴുതാനുള്ളതായി. ഡു നോട്ട് കീപ് ഡൗൺ ദ ഫോൺ റിസീവ്ഡ് ഫോർ മഷുവറിങ്. സോ വെൻ യു ആർ ഫിനിഷ് സ്പീക്കിംഗ് യു ഷുഡ്. അപ്പം ഒടുക്കത്തിൽ അപ്പം ഗ്രീറ്റിങ്സിൽ വരുന്ന ആ ഒരു 3 കാര്യം അതാണ്. സ്പീക്കിങ്ങിൽ സൈൻ ഓഫിൽ ആസ്ക് ദ പേഴ്സൺ ഇഫ് ഹി ഓർ ഷീ ഹാസ് എനിത്തിങ് എൽസ് ടു സേ. അപ്പം അവസാനം എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുക. താങ്ക് ദ കോളറിനെ നന്ദി പറയുക. ലെറ്റ് ദി കോളർ ഡിസ്കണക്ട് ദി ലൈൻ ഫസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ തീരുമാനിക്കും. ഇപ്പം നമ്മളൊരാൾ വിളിക്കുകയെന്ന് വെച്ചു, അപ്പം വിളിച്ച ആളാണ് ഡിസ്കണക്ട് ചെയ്യേണ്ടത്, നമ്മളല്ല ഡിസ്കണക്ട് ചെയ്യേണ്ടത്. അതൊരു എറ്റിക്കറ്റിൻ്റെ ഭാഗമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നതാണ്. ദേ ഷുഡ് നോട്ട് ഫീൽ ദാറ്റ് യു ഹാവ് ഗീവൺ ദി ഷോർട്ട് ഷിഫ്റ്റ് ഓർ കട്ട് ദം ഓഫ്. അപ്പോൾ വിളിച്ച ആളുടെ തീരുമാനമാണ് എപ്പോൾ കട്ട് ചെയ്യണം വേണ്ട എന്നുള്ളത്.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഇത് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ പോയിന്റിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. കാരണം നമ്മൾ വിളിച്ചയാളാണ് തീരുമാനിക്കുന്നത് എപ്പോൾ കോൾ കട്ട് ചെയ്യണം എന്ന്. നമ്മൾ റിസീവ് ചെയ്ത ആൾക്കല്ല ആ ഒരു ഈ അതോറിറ്റി ഇരിക്കുക എന്ന് പറയും. കളക്ടിങ് ഇൻഫർമേഷൻ. എ ബിസിനസ് ഫോൺ കോൾ ഈസ് യൂഷ്വലി മെയ്ഡ് ടു കളക്ട് ഇൻഫർമേഷൻ ഓർ ടു കൺവേ ഇറ്റ് ഓർ ഈ സീക്ക് ഇൻഫർമേഷൻ. അപ്പോൾ കളക്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ് സെക്കൻഡിൽ വരുന്നത്. അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആദ്യം ഗ്രീറ്റിങ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അറിവ്, അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ എല്ലാം ആ ഒരു സെക്ഷനിൽ അറിയാം. ഇൻ എ സിമ്പിൾ ഇൻഫർമേഷൻ സീക്കിംഗ് കോൾ ഓൾ യു നീഡ് ഈസ് ടു ഡു ഈസ് എക്സ്പ്ലെയിൻ യുവർ ഒബ്ജക്റ്റീവ് ആൻഡ് ഒബ്റ്റെയിൻ ദി ഇൻഫർമേഷൻ. നമ്മുടെ എന്തിനാണ് വിളിച്ചത് എന്നുള്ള കാര്യം ആദ്യം പറയുക. അതുപോലെ തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ നേടിയെടുക്കണം. യു ഹാവ് ടു സെപ്പറേറ്റ് ദി എസെൻഷ്യൽ ഇൻഫർമേഷൻ ഫ്രം ദി അതർ non-essential ones while remaining patient and polite. You need to ascertain this nature of the problem, verify the product is one of yours and that warranty cover still applies, discover how the caller. അതൊക്കെ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, പഠിക്കാനൊന്നുമില്ല, അതങ്ങനെ നോക്കേണ്ട ഒരു കാര്യമല്ല. ടേക്കിംഗ് നോട്ട്സ്. ഹ്യൂമൻ മെമ്മറി ഈസ് എ നോൺ ഇൻഫാലിബിൾ. So the importance of taking note to remember an important communication during a phone call cannot be stressed enough. You should always have pen and paper ready when you make a business call. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ഗ്രീറ്റിംഗ് ആൻഡ് സൈൻ ഓഫ് പഠിച്ചു. അത് കഴിഞ്ഞ് കളക്ട് ചെയ്യുക, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പം ഫോൺ കോളിലാണെങ്കിൽ നോട്ട് എഴുതിയെടുക്കുന്ന ഒരു സ്വഭാവം വേണം. ഇപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് കോളിലൊക്കെ മീറ്റ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും ഓർക്കുക, പേനയും പേപ്പറും അടുത്ത് വേണം എന്നുള്ളത്. ടേക്കിംഗ് നോട്ട്സ് എടുക്കുക. അതുപോലെ ഇഫ് യു ഹാൻഡിൽ എ ലോട്ട് ഓഫ് കോൾസ് ഈച്ച് ഡേ ദെൻ ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ടു കീപ്പ് എ നോട്ട് ഓഫ് ദി ഡേറ്റ് ആൻഡ് ടൈം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഇതൊരു ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത്രയും മാത്രം എഴുതുക. ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് കോളേഴ്സ്. ഇപ്പം ഇച്ചിരി അരിശക്കാരനായിട്ടുള്ള ആൾക്ക്, ഇച്ചിരി മോശമുള്ള ആൾക്കാരാണെങ്കിൽ വിളിക്കുന്നതെങ്കിൽ അവരെങ്ങനെ ഡീൽ ചെയ്യാമെന്നുള്ളത്. You are obliged to be polite and forthcoming to your calls, but they are not. Sometimes callers can be difficult, especially if they have a grievance to air. അപ്പം അവർക്ക് ഒരു ഉടക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അവരെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും. So the way you handle the call can result either instead be a problem solver. Try to earn the caller's trust so that you are the only one അപ്രോച്ചസ് ഇഫ് ഹി വാണ്ട്സ് ടു ഇൻവെസ്റ്റ് ഇൻ ദി കമ്പനി ഇൻ ഫ്യൂച്ചർ. അപ്പം നമ്മുടെ കമ്പനിയിൽ ഇച്ചിരി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നേടിയെടുക്കാനാണ് ഒരു കസ്റ്റമറിനെ വിളിക്കുന്നതെങ്കിൽ അദ്ദേഹം ഉടക്ക് സ്വഭാവമുള്ള ആളാണെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം ആദ്യം അങ്ങ് അറിയിക്കുക, അവരെ വിശ്വസിപ്പിക്കുക. നമ്മുടെ കമ്പനിയിൽ അവരെ വിശ്വാസ്യതയെ നമ്മൾ മുതലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ്, ട്രൈ ടു ഏൺ ദി കോളേഴ്സ് ട്രസ്റ്റ്, ആ ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അതൊരു കാര്യം മാത്രം ഓർക്കുക, അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് വേ യു ഏൺ കസ്റ്റമേഴ്സ് ലോയാലിറ്റി. അപ്പം നമ്മൾ ആ ഒരു ട്രസ്റ്റ് കൊടുക്കുക, നമ്മുടെ കമ്പനിയിൽ നിങ്ങളുടെ ജീവിതം ഭദ്രമാണ് എന്നുള്ള ഒരു ട്രസ്റ്റ് കൊടുക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കസ്റ്റമറിന് നമുക്കൊരു ലോയൽ തോന്നത്തുള്ളൂ, അവർക്ക് നമ്മളോടൊരു കൂറ് തോന്നത്തുള്ളൂ എന്നാണ്. വൈൽ ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് കസ്റ്റമർ യു ഷുഡ് ലിസൺ ദി കോളർ ഔട്ട് വിതൗട്ട് ഇൻറ്ററപ്റ്റിങ്. അപ്പോൾ ഒരു ഡിഫിക്കൽട്ട് കസ്റ്റമർ ആണെങ്കിൽ അവരെ ഒരിക്കലും ഇൻറ്ററപ്റ്റ് ചെയ്യാൻ, അവർ തടസ്സപ്പെടുത്തുക, അവർ പറയുന്നതിൽ ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. സിഫ്റ്റ് ത്രൂ ദി ഗ്യാദർ ദി ഫാക്ട്സ് ക്വിക്ക്ലി ആൻഡ് മേക്ക് എ നോട്ട് ഓഫ് ദം. പെട്ടെന്ന് തന്നെ അവർ പറയുന്ന കാര്യം ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. നോട്ട് ദെയർ അഡ്രസ് ആൻഡ് ഫോൺ ഡീറ്റെയിൽസ് ഓർ ദാൻ. അപ്പോൾ അവരുടെ അഡ്രസ്സ് ഫോൺ ഡീറ്റെയിൽസൊക്കെ മേടിച്ചെടുക്കുക, എന്നാൽ എന്തെങ്കിലും നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റും. ഓഫർ സിമ്പതി അബൌട്ട് ദെയർ പ്രോബ്ലം ആൻഡ് ഓഫർ ടു. ഇപ്പോൾ അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അവരെ നമ്മുടേതായ രീതിയിലൊരു സിമ്പതി അവരെ കാണുക. നമുക്കൊരു സിമ്പതി അങ്ങ് അവർക്കുണ്ട് എന്ന് നമുക്ക് അവർക്ക് തോന്നണം. മനസ്സിലായോ? അപ്പോളജൈസ് ഇഫ് യു ഹാവ് മെയ്ഡ് ദ മിസ്റ്റേക്ക്. അപ്പം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി പറയുക, ക്ഷമാപണം പറയുക. മെയിൻറ്റെയിൻ കാം ഈവൻ തോട്ട് ദി കോളർ ഇസ് ആംഗ്രി ആൻഡ് ഹാസ് ദി ചാൻസ് ഓഫ് ടേണിങ് അബ്യൂസീവ്. മെയിൻറ്റെയിൻ കാം, അപ്പോൾ നമ്മളെ ചൂടാക്കുക, ആംഗ്രി നമ്മളെ ദേഷ്യം പിടിപ്പിക്കുക, അതുപോലെ തന്നെ അബ്യൂസീവായിട്ടുള്ള പരിപാടി ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ
അസഭ്യം പറയുകയോ അബ്യൂസീവായിട്ടുള്ള അസഭ്യമായിട്ടുള്ള വേർഡ്സ് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ കാം, നമ്മൾ ബുദ്ധനെ പോലെ ശാന്തമായിരിക്കുക. അതുമാത്രമാണ് അതിനുള്ളൊരു പ്രതിവിധി. ഫോളോയിങ് കോമൺ കോർട്ടിയസ് മര്യാദ. എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള മര്യാദ എന്നുള്ളതാണ് നെക്സ്റ്റ്. You might be unable to see the caller, but it doesn't allow you to suspend the normal rules of courtesy. You could be helpful to the caller even if you find out that the subject of the call is not strictly within your field of responsibility. If this happens, you should politely ask the caller to hold on while try to find someone who can help him now, or someone who can ring them back later. അപ്പോൾ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് ആവശ്യം ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ ഒരു കസ്റ്റമർ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ഏരിയ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിലുള്ള ആളെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. അതൊക്കെയാണ് മര്യാദ. ഡ്യൂറിങ് ഫോൺ കോൾസ് വാട്ട് ഡോണ്ട് സേ ഈസ് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ് വാട്ട് യു സ്പീക്ക്. അപ്പം എന്തൊക്കെ പറയണ്ട എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ സംസാരിക്കുന്നു എന്നുള്ള കാര്യത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെ പറയണ്ട എന്നുള്ള ആ ഒരു സെലക്ഷനാണ്. യു സെൻഡ് ഔട്ട് സബ്ലിമിനൽ സിഗ്നൽസ് ബൈ ദി ടോൺ ഓഫ് ദി വോയിസ് ഹൗ ക്ലിയർ യു ആർ വെൻ യു സ്പീക്ക്. അപ്പം നമ്മൾ പറയുന്ന കാര്യത്തിനൊക്കെ ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ ഹൗ ഫാസ്റ്റ് യു സ്പീക്ക് ആസ് വെൽ ആസ് ദി പിച്ച് ഓഫ് യുവർ വോയിസ്. അപ്പം നമ്മുടെ സ്പീഡ്, പറയുന്നതിൻ്റെ സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പിച്ച് ഓഫ് യുവർ വോയിസ്. ഡു നോട്ട് ബി എൻഗേജ്ഡ് ഇൻ അനദർ ആക്ടിവിറ്റി. അപ്പം നമ്മൾ ഒരു ഒഫീഷ്യൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാട്സപ്പ് ചെയ്യുകയോ അങ്ങനെ വേറൊരു എൻഗേജ്മെൻറ്റിലേക്ക് പോകാതിരിക്കുക. യു ഷുഡ് ഓൾവേസ് ഡിവോട്ട് യുവർ ഫുൾ അറ്റൻഷൻ ടു ദ കോൾ. അപ്പം വേറൊരു കാര്യത്തിലും മൾട്ടി ടാസ്കിങ് പാടില്ലാതെ കംപ്ലീറ്റ് ഡിവോഷൻ, നമ്മൾ ആ ഒരു കോള് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ കോളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇഫ് ദർ ഈസ് എ ചാൻസ് ഓഫ് മിസ്റ്റേക്സ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഇഫ് യു do something else at the same time, even if the call is a heated one, stay calm. അപ്പം ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ഇപ്പോൾ കോൾ ചെയ്യുന്ന ആൾ ഹീറ്റഡ് ആണെങ്കിൽ, ദേഷ്യം തോന്നിക്കുകയാണെങ്കിൽ നമ്മൾ കാമായിട്ടങ്ങ് ഇരിക്കുക. അത് കൂടുതലൊന്നും ചെയ്യാനില്ല. ട്രൈ ടു ബി ഹെൽപ്ഫുൾ ത്രൂ ഔട്ട് ആൻഡ് നെവർ സ്ലാം ദ ഫോൺ ഡൗൺ ഇൻ എ റേജ്. അപ്പം മാക്സിമം നമ്മൾ കാമായിട്ട് നിന്നിട്ട് കസ്റ്റമർ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും നേരം ഹെൽപ്ഫുള്ളായിട്ടുള്ള അപ്രോച്ച് നടത്തണം. ഒരിക്കലും സ്ലാം ദ ഫോൺ ഡൗൺ, ഒരിക്കലും ഫോൺ എടുത്തിട്ട് ദേഷ്യം പിടിച്ചിട്ട് വെച്ച് കളഞ്ഞേക്കരുത്. അവോയ്ഡിങ് പിറ്റ് ഫാൾസ് ഇൻ എ ബിസിനസ് കോൾസ്. പിറ്റ് ഫാൾ എന്ന് പറയുന്നത് ഡേഞ്ചറാണ്. അപ്പോൾ അവോയ്ഡിങ് ഡേഞ്ചർ ഇൻ എ ബിസിനസ് കോൾ. അപ്പം ബിസിനസ് കോളിലെ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്ന് വെച്ചാൽ, നമുക്കൊരു മുന്നറിയിപ്പ് വരിക. ദ ഡോൺസ്, നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ബിസിനസ് കോളിൽ ലെറ്റ് ദി phone ring more than 4 times. It is best to pick up on the second ring. It shows that you are alert and the call is important to you. അപ്പം നിങ്ങൾ 4 തവണ ഒരാൾ വിളിക്കുകയാണെങ്കിൽ 4 തവണ റിങ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ റിങ്ങിന് തന്നെ എടുത്തോണം എന്നുള്ളതാണ് ആദ്യത്തെ എത്തിക്സ്. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് വൈൽ ടോക്കിംഗ് ഓൺ ദി ഫോൺ. അപ്പം അപ്പം 4 തവണ അടിക്കാൻ സമ്മതിക്കരുതെന്ന് കേട്ടോ. അപ്പം 4 തവണ റിങ് ചെയ്യാൻ പാടില്ല. അതിന് മുമ്പേ നമ്മളൊരു ബിസിനസ് കോളിലാണെങ്കിൽ സെക്കൻഡ് കോളിന് മാക്സിമം സെക്കൻഡ് കോളിനെങ്കിലും പിക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് വൈൽ യു ടേക്കിംഗ്. അപ്പം ഇതൊക്കെ ഡോൺസ് ആണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കാൻ പാടില്ല. Be too familiar. You might share a very good rapport with your caller, but remember that at the end of the day, she is a business contact. Be pleasant and solicitous, but maintain your distance. അപ്പം നമ്മൾ ഒരു സംസാരിക്കുമ്പോൾ ഒത്തിരി ഫെമിലിയർ ആയിട്ടങ്ങ് സംസാരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഫെമിലിയർ ആകുന്നത് കൊള്ളാം, പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹി ഈസ് എ ബിസിനസ് കോൺടാക്ട്. നമ്മൾ സംസാരിക്കുന്ന ബിസിനസ് കോൺടാക്റ്റാണ്. അപ്പം ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയല്ല, അപ്പോൾ ബിസിനസ് കോളാണ്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും ഇട്ടിരിക്കുക. പക്ഷേ ആ ഒരു റാപ്പോർട്ട് ആ ഒരു റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്യുക. ബട്ട് മെയിൻറ്റെയിൻ യുവർ ഡിസ്റ്റൻസ്. ബി പ്ലസൻറ്റ് ആൻഡ് സൊലീഷ്യസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ സോഷ്യലാവുക, പക്ഷേ മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടോക്ക് ടു സം വൺ എൽസ് ഇൻ യുവർ ഓഫീസ് വൈൽ ടേക്കിംഗ് എ കോൾ.
അപ്പം നമ്മൾ ഒരു കോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരാളോട് സംസാരിക്കരുത്. അതിൻ്റെ ഇടയിൽ പോയി വേറൊരാളോട് ഇന്ന കാര്യമൊന്നും സംസാരിക്കരുത്. ഒരാളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതെന്ന് പറയുന്നത് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ടു ദി കോളറാണ് അടുത്ത സെൻറ്റൻസിൽ വരുന്നത്. മേക്ക് എ ഫോൺ കോൾ ഇൻ എ പ്ലേസ് വിത്ത് ടു മച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. അപ്പം ഒത്തിരി കോലാഹലമുള്ള ഒരു സൗണ്ട് ഉള്ള ഏരിയയിലൊന്നും പോയി കോൾ അറ്റൻഡ് ചെയ്യരുത്. യുവർ കോളർ ഷുഡ് നോട്ട് ഹാവ് ടു ലിസൺ യുവർ കൊളീഗ്സ് ഹാവിങ് എ ലൗഡ് കോൺവെർസേഷൻ. അപ്പോൾ ആ ഒരു കാര്യമുള്ളൂ. സ്പീക്ക് ടു ക്വയറ്റ് ഓർ ടു ലൗഡ്ലി. വളരെ മിതമായ ചെറിയ സൗണ്ടിലോ അതോ വലിയ സൗണ്ടിലോ സംസാരിക്കരുത്. മെയിൻറ്റെയിൻ എ ഈവൻ പിച്ച് സോ ദാറ്റ് ഒരു സ്റ്റഡി ആയിട്ടുള്ള സൗണ്ട് ഉണ്ടായിരിക്കുക. സ്പീക്ക് ടു ക്വിക്ക്ലി. അപ്പോൾ അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് സംസാരിക്കാനും പാടില്ല. വളരെ ഒപ്റ്റിമം സ്പീഡിൽ സംസാരിക്കുക. സെൻഡ് ആൻ ഓവർട്ട്ലി ലെങ്തി വോയിസ് മെയിൽ. ആ വോയിസ് മെയിൽ നിങ്ങളത് അത്രയും മാത്രം പഠിച്ചിരിക്കുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണ്ട. അപ്പം വോയിസ് മെയിൽ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഒരു സിസ്റ്റമാണ്. നമ്മുടെ ഇവിടെ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നുവെച്ചാൽ നമ്മൾ വോയിസ് അയച്ച് അലേർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ സാധാരണ വാട്സപ്പ് അയക്കുവാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവളോട് ഞാൻ പറയും, നീ വൈകിട്ട് ഞാൻ ലേറ്റായിട്ടേ വരത്തുള്ളൂ എന്ന് പറയുമ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചാറ്റ് ചെയ്യുന്നതിനേക്കാളും അമേരിക്കൻസ് യൂസ് ചെയ്യുന്നത് സാധാരണ വോയിസ് മെയിൽ അയക്കുക എന്നാണ്. അപ്പോൾ ആ ഒരു വോയിസ് മെസ്സേജ് അവിടെ ചെല്ലും. അത് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. ഇത് തന്നെയാണ് നമ്മൾ വാട്സപ്പിൽ ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. വോയിസ് മെയിൽ മെസ്സേജ് ഇത് പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ട് വാട്സപ്പ് വന്നത് ഇവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ സെൻഡ് ആൻ ഓവർട്ട്ലി ലെങ്തി വോയിസ് മെയിൽ മെസ്സേജ് എന്ന് വെച്ചാൽ വളരെ ലെങ്തി ആയിട്ടുള്ള വോയിസ് മെസ്സേജ് അയക്കാതിരിക്കുക എന്ന് ഓർത്തിരിക്കുക. സാധാരണ ഒരു വോയിസ് മെയിൽ എന്ന് പറയുന്നത് മെയിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭാര്യയോട് പറയുകയാണ് ഞാൻ ലേറ്റായിട്ടേ വരത്തുള്ളൂ എന്നൊരു വോയിസ് മെസ്സേജ് അയക്കുന്നത് വോയിസ് മെയിൽ എന്നാണ് അമേരിക്കൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ ആ വോയിസ് മെയിൽ അയക്കുവാണെങ്കിൽ ആ വോയിസ് മെയിൽ അവൾ എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം. വേണമെങ്കിൽ ആ സമയത്ത് തന്നെ നോക്കണം എന്നില്ല. അപ്പോൾ അത് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് അയക്കുക. ഇപ്പോൾ വോയിസ് മെയിൽ എന്ന് വെച്ചാൽ ആ മെസ്സേജിന് ഒരു ലാഗ് വരാതെ കൃത്യസമയത്ത് തന്നെ അയക്കുക. അത് പഠിക്കാനുള്ളത്, കൂടുതലൊന്നും അറിയാനില്ല. അപ്പോൾ ഇതേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. താങ്ക് യു.